അപ്പം ഇങ്ങനൊരു മനുഷ്യനാണ് പുള്ളി. അങ്ങനൊരു അധികാരമോഹിയോ അല്ലെങ്കിൽ ധനം സമ്പാദിക്കണമെന്ന് താല്പര്യമുള്ള ആളൊന്നുമല്ല. അദ്ദേഹം എന്തുകൊണ്ട് റിബലായി, എന്തുകൊണ്ട് പാർട്ടി വിട്ടു പോകുന്ന കടുത്ത തീരുമാനം. ഒരു ചെറിയ കാര്യമല്ല. 63 കൊല്ലം ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരാൾ എന്തുകൊണ്ട് ഒരു ദിവസം പാർട്ടി അംഗത്വം പുതുക്കണ്ട എന്ന് തീരുമാനിക്കും? അതെ, അത് എന്തുകൊണ്ട്? അത് പോട്ടെ, അംഗത്വം പുതുക്കാത്ത എത്രയോ ആളുകളുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കപ്പെട്ട ആളുകളുണ്ട്. അവരൊക്കെ പിന്നെ ഇപ്പോൾ PV കുഞ്ഞിക്കണ്ണനോ പുത്തലത്ത് നാരായണനോ അതുമല്ലെങ്കിൽ അതുപോലെ ഒരുപാട് സഖാക്കളൊക്കെ പാർട്ടി, ഈ ചാത്തുണ്ണി മാസ്റ്ററൊക്കെ ഈ പ്രസ്ഥാനം ഉപേക്ഷിച്ച് പോയി. അവരൊക്കെ സന്തോഷത്തോടല്ല പോയത്, പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകാനായിട്ട് വന്നു. പക്ഷെ അവരാരും ചെയ്യാത്ത രീതിയിൽ ഒരു റിബലായിട്ട് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തുകൊണ്ട് മത്സരിക്കാൻ തയ്യാറായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ സംഗതി അദ്ദേഹത്തിന് സീറ്റ് നഷ്ടപ്പെട്ടല്ല. ഈ കൃത്യം 5 കൊല്ലം മുമ്പ് ഇതുപോലെ സമയത്ത് പാർട്ടി ഒരു കടുത്ത തീരുമാനമെടുത്തു. ഒരുപാട് കാലമായിട്ട് മത്സരിക്കുന്നവർക്ക് സീറ്റ് കൊടുക്കണ്ട. CPI നേരത്തെ നടപ്പാക്കിയതാണ്. ആ CPM അതേ പാത പിന്തുടർന്നു. 2 തവണ അടുപ്പിച്ച് ജയിച്ചവർക്ക് സീറ്റില്ല എന്ന് പറഞ്ഞു. അത് ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. സുധാകരന് മാത്രമായിട്ട് നിഷേധിച്ചാൽ തോമസ് ഐസക്ക്, അതുപോലെ രവീന്ദ്രനാഥ്, EP ജയരാജൻ, AK ബാലൻ, ഇവരാരും മോശക്കാരൊന്നുമല്ല. ഇത്തരം മന്ത്രിമാർ തന്നെയുണ്ട്. മന്ത്രിമാരല്ലാത്ത ഒരുപാട് പേർക്ക് ഇതേ മാനദണ്ഡം ബാധകമായി. കോഴിക്കോട്ടെ പ്രദീപ് കുമാർ, ഗുരുവായൂരെ നമ്മുടെ അബ്ദുൽ ഖാദർ, അതുപോലെ എറണാകുളത്തെ ശർമ്മ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പും ജയിച്ചിട്ടുള്ള ആളാണ്. ശർമ്മ ഇപ്പോൾ എന്നാൽ പോലും ജയിക്കും, അത്രയും ജനകീയനാണ്. അതുപോലെ കോട്ടയത്ത് സുരേഷ് കുറുപ്പ്, റാന്നിയിലെ രാജു അബ്രഹാം. അപ്പോൾ ഈ സീറ്റുകൾ പലതും ഈ ആളുകൾ മാറിയാൽ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സീറ്റ് പോലുണ്ട്. ചാലക്കുടിയിലെ BD ദേവസി വളരെ ജനകീയനായ ഒരു MLA. ജനകീയനായ ദേവസ്വം മത്സരിച്ചെങ്കിൽ ചാലക്കുടി സീറ്റ് നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ല. ദേവസ്വം അവിടെ നിന്ന് പോയപ്പോൾ ആ സീറ്റ് നഷ്ടപ്പെട്ടു. അങ്ങനെയുണ്ട്. ഇപ്പോൾ റാന്നി അന്ന് രാജു അബ്രഹാം മാറിയപ്പോൾ ജയിക്കുന്നു വിചാരിച്ചില്ല. പിന്നെ മാണി ഗ്രൂപ്പിന് കൊടുത്ത് മാണി ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥി ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാർജിനലായിട്ടുള്ള സീറ്റുകൾ പോലും ഉപേക്ഷിച്ച് തത്വം നടപ്പാക്കി. സുധാകരന് യാതൊരു പരാതി ഉണ്ടായില്ല. നേരെ മറിച്ച് ഇതിൽ പല ആളുകൾക്കും പരാതി ഉണ്ടായിരുന്നു. എനിക്കിവരെ മിക്കവരും തന്നെ നേരിട്ട് പരിചയമുള്ളതും അവരൊക്കെ പല സന്ദർഭങ്ങളിലും നമ്മളായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ പറഞ്ഞ് നേരത്തെ പേരെടുത്ത് പറഞ്ഞതിൽ ഒരാൾ അദ്ദേഹത്തിന് വലിയ സങ്കടമായി. അപ്പോൾ പുള്ളി വിചാരിച്ച പുള്ളിയുടെ സീറ്റ് ഭാര്യയ്ക്ക് കൊടുക്കും എന്നാണ്. അതും കിട്ടിയില്ല. അത് പുള്ളിക്കും കിട്ടിയില്ല, പുള്ളിയുടെ ഭാര്യയ്ക്കും കിട്ടിയില്ല. അതേ സമയത്ത് തന്നെ വിജയരാഘവൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കിട്ടി. അതെ, ഇരിങ്ങാലക്കുട സീറ്റ് കിട്ടി. പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിച്ച റിയാസിന് സീറ്റ് കിട്ടി. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഭാര്യയ്ക്ക് കിട്ടിയില്ല എന്ന് അദ്ദേഹം സങ്കടപ്പെട്ടു എന്നുള്ള സത്യമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടി ഇങ്ങനെയായിപ്പോയി. അപ്പോൾ സുധാകരന് യാതൊരു സങ്കടം ഉണ്ടായില്ല. പുള്ളി അതിപ്പോൾ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മുടെ പാടായി എന്ന രീതിയിലാണ് പുള്ളി നിന്നത്. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനെ അവരെ കഴിയാവുന്ന രീതിയിലൊക്കെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചവിട്ടി മെതിക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് പുള്ളി ഇതുപോലൊരു കടുത്ത നിലപാടിലേക്ക് പോയത്. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹത്തിന് പീഡന കാലമായിരുന്നു.